ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെരിമെന്റ് നമ്പർ 15നെ പറ്റിയാണ്. എക്സ്പെരിമെന്റ് നമ്പർ 15 എന്ന് പറയുന്നത് നമുക്ക് ഒരു നമ്മുടെ ഡേറ്റാബേസിനകത്ത് കുറച്ച് റെക്കോർഡ്സ് കാണും. ഓക്കെ, ആ റെക്കോർഡ്സിനെ എനിക്ക് എങ്ങോട്ട് കൊണ്ടുവരണം? ഒരു ജാവ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഞാൻ MySQL എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിനകത്ത് കാണാൻ പറ്റും. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. സ്റ്റാർ ഫ്രം പേഴ്സൺ, സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ ചെയ്യാണ്. പേഴ്സൺ ചെയ്തു. അപ്പോൾ ഒരാളെ ഉള്ളൂ. ഞാൻ ഒരാളെയും കൂടെ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ഇൻടു person values Sankeet, 32. ഓക്കെ, ശരി. ഒരാളെയും കൂടെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ഇൻടു person values Pratish, 30. കമ്മിറ്റ് ചെയ്യാം. Then select a star from person. അപ്പോൾ 3 പേരുണ്ട്. ഈ 3 പേര് എനിക്ക് എൻ്റെ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. അതാണ് എൻ്റെ എയിം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ടെസ്റ്റ് ക്ലാസ് എഴുതി. ക്ലാസ് ടെസ്റ്റ്, then public static void main string args ചെയ്തു. ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഡേറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഡ്രൈവർ വേണം. ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡ്രൈവർ വേണം നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി. അപ്പോൾ ആ ഡ്രൈവർ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് പറഞ്ഞ് ആദ്യം ചെക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രൈക്കകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലാസ് ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ എഴുതിക്കൊണ്ടിരുന്ന ക്ലാസ്സിന്റെ C എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ ആയിരുന്നു. ഇവിടെ ആകുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയി. അതിന്റെ മീനിങ് അതെന്ന് പറയുന്നത് ഒരു ക്ലാസ് നെയിം ആണ്. ക്ലാസ് നെയിമിന്റെ പേരെന്ന് പറയുന്നത് ക്ലാസ് എന്നാണ്. ഓക്കെ, ക്ലാസ് ഡോട്ട് ഫോർ നെയിം. അതായത് ഇങ്ങനെ ഞാൻ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് പറയുന്ന അങ്ങനെ ഒരു ക്ലാസ് എൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ക്ലാസിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ പാക്കേജ് ആയിട്ട് തന്നെ ഞാൻ പറയാണ് com.mysql.jdbc ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി .driver. അപ്പോൾ ഡ്രൈവർ എന്ന് പറയുന്ന ക്ലാസ് നെയിം ഞാൻ ഏത് പാക്കേജിൽ ചെന്ന് നോക്കണം? കോമിൻ്റെ അകത്ത് MySQLന്റെ അകത്ത് CJ എന്ന് പറഞ്ഞൊരു ഫോൾഡർ, CJക്കകത്ത് JDBC എന്ന് പറഞ്ഞ ഫോൾഡർ, അതിൻ്റെ അകത്ത് ഡ്രൈവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ്. ഡ്രൈവർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ആ ഒരു ക്ലാസ്സിനെ ലോഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് SQL റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫയൽസും കിടക്കുന്നത് import java.sql.star ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? SQLുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സസും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ഓരോന്നായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് URL, then യൂസർ നെയിം എന്താണെന്ന് പറയണം, പാസ്വേഡ് എന്താണെന്ന് പറയണം. അപ്പോൾ ഈ URLന്റെ അകത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ
നമ്മുടെ IP അഡ്രസ്സും പോർട്ട് നമ്പറും അതേപോലെ എന്ത് പറഞ്ഞു കൊടുക്കുന്ന ഡേറ്റാബേസിന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എന്താണ് URLന്റെ അകത്ത് ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ഡേറ്റാബേസ് കണക്ടിവിറ്റിയാണ്, ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റിയാണ്. ഏത് ഡേറ്റാബേസുമായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? MySQL ഡേറ്റാബേസുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഡേറ്റാബേസ് എവിടെയാണ് ഉള്ളത്? ലോക്കൽ ഹോസ്റ്റിനകത്ത്. ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? അതൊരു ഒരു URL ആയിട്ട് എഴുതണം, // ഓക്കെ. // എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ http:// ഇടില്ലേ, അതേ // തന്നെയാണ്. ഓക്കെ, URL ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഞാൻ MySQL ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എൻ്റെ മെഷീനിൽ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞു എഴുതിയത്. പോർട്ട് നമ്പർ എത്രയാണ്? 3306 ആണ് എൻ്റെ പോർട്ട് നമ്പർ. 3306 ആണ് പോർട്ട് നമ്പർ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമ്മൾ 3306 ആണ് ഞാൻ കൊടുത്തിരുന്നത്. അത് മാറ്റി കൊടുക്കുന്നവർക്ക് ആ പോർട്ട് നമ്പർ ഇവിടെ എഴുതാം. ഇനി അടുത്തത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡേറ്റാബേസിന്റെ പേര്? എൻ്റെ ഡേറ്റാബേസിന്റെ പേര് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ എൻ്റെ URL കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ URLന്റെ അകത്ത് എന്തൊക്കെ ഞാൻ എഴുതി? IP അഡ്രസ് എഴുതി, പോർട്ട് നമ്പർ എഴുതി, ദെൻ എന്താണോ ഡേറ്റാബേസിന്റെ പേര് അതും എഴുതി. ഓക്കെ. ഇനി ലോക്കൽ ഹോസ്റ്റ് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്ത് എഴുതാം? നിങ്ങളുടെ വേറൊരു മെഷീനിലാണ് നിങ്ങളുടെ ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ആ മെഷീന്റെ IP അഡ്രസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. ദെൻ അടുത്തത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം എന്താണെന്നാണ്. എൻ്റെ യൂസർ നെയിം റൂട്ട് എന്നാണ് എൻ്റെ യൂസർ നെയിം. പാസ്വേഡ് എന്താണ്? ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഞാൻ test@123 എന്നാണ് ഞാൻ എന്തിനെ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ക്ലാസ് എന്ന് പറയുന്നത് ഡ്രൈവർ മാനേജർ ക്ലാസ് അല്ല, ഇതൊരു ഇന്റർഫേസ് ആണ്. ഡ്രൈവർ മാനേജറിന്റെ അകത്ത് എന്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്? ഒരു ഗെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? URL പാസ് ചെയ്യുക, അതേപോലെ യൂസർ നെയിം പാസ് ചെയ്യുക, പാസ്വേഡ് പാസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡ്രൈവർ മാനേജർ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ആണ്. ആ ഇന്റർഫേസിന്റെ ഗെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ, ഒരു കണക്ഷൻ കിട്ടും. കണക്ഷൻ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് കിട്ടും. ഓക്കെ, കണക്ഷൻ എന്ന് പറയുന്നതും ക്ലാസ് അല്ല, ഇന്റർഫേസ് തന്നെയാണ്. സോ ഒരു കണക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനാണെങ്കിൽ ഈ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈ കണക്ഷൻ ഉപയോഗിച്ച് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? കണക്ഷന്റെ ഈ ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്. എന്തിനാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് വഴിയാണ് ഞാൻ എന്തിനെ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? എനിക്ക് ക്വറീനെ പാസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? സ്റ്റേറ്റ്മെന്റ് വേണം. ക്വറീസിനെ ഡേറ്റാബേസിലേക്ക് മാറ്റണമെങ്കിൽ എനിക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം കണക്ഷൻ ആയിരുന്നാലും ഡ്രൈവർ മാനേജർ ആയിരുന്നാലും സ്റ്റേറ്റ്മെന്റ് ആയിരുന്നാലും എല്ലാം ഇന്റർഫേസ് ആണ്. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യാണ്? അടുത്തത് എൻ്റെ ക്വറി എന്താണെന്നുള്ള കാര്യം അല്ലെങ്കിൽ SQL എന്താണെന്നുള്ള കാര്യം ഞാൻ എഴുതാൻ പോവാണ്. SQL എനിക്ക് വേണ്ടത് എന്താണ്? സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്ന 3 സ്റ്റെപ്പാണ് ഞാൻ ചെയ്തത്. എന്താണ്? ഡ്രൈവർ മാനേജർ ഉപയോഗിച്ച് ഞാൻ കണക്ഷൻ ഗെറ്റ് ചെയ്തു, കണക്ഷൻ ഉപയോഗിച്ച് സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ SQL എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റേറ്റ്മെന്റ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. എക്സിക്യൂട്ട് ക്വറി. ആ എക്സിക്യൂട്ട് ക്വറിക്കകത്ത് ഞാൻ എന്ത് പാസ് ചെയ്യണം? ആ SQL പാസ് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി, ആ SQL പാസ് ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? എനിക്ക് ഇതേപോലത്തെ ഒരു ആൻസർ സെറ്റ് കിട്ടും. അതെന്ന് പറയുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റിസൾട്ട് സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു റിസൾട്ട് സെറ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. റിസൾട്ട് സെറ്റ്, അതിനെ ഞാൻ RS എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഡേറ്റാബേസിൽ നിന്നും ഞാൻ എന്തിനെ കൊണ്ടുവന്നു? എനിക്ക് റിസൾട്ടിനെ കൊണ്ടുവന്നു. ഇനി അത് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ് നോക്കാം. വൈൽ rs.next. ഓക്കെ, RSന് നെക്സ്റ്റ് ഉള്ളത് വരെ പോവുക. ദെൻ നമുക്കറിയാം നമ്മുടെ പേഴ്സന്റെ അകത്ത് ആദ്യം കിടക്കുന്നത് എന്താണ്?
ആദ്യം കിടക്കുന്നത് ഒരു നെയിം ആണ്. സോ rs ഡോട്ട് ഗെറ്റ് സ്ട്രിങ്, ഫസ്റ്റ് കിടക്കുന്ന വാല്യൂ എന്താണ്? ഒരു സ്ട്രിങ് ആണ്. സോ ഗെറ്റ് സ്ട്രിങ് ഓഫ് 1. അടുത്തത് രണ്ടാമത് കിടക്കുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും? rs ഡോട്ട് ഗെറ്റ് ഇന്റ് ഓഫ് 2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത് ഡിസ്പ്ലേ ചെയ്തു. ദെൻ കണക്ഷൻ ഡോട്ട് ക്ലോസ്. ഓക്കെ, ഇത്രയാണ് എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ഞാൻ ഇതിനെ രണ്ടായിട്ട് ഞാൻ സ്റ്റെപ്പ് 1 എന്നും ഞാൻ ചെയ്യുന്നു. സ്റ്റെപ്പ് 1 ഡ്രൈവർ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുക, അല്ലെങ്കിൽ രജിസ്റ്റർ ദ ഡ്രൈവർ. അടുത്തത് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ക്വറി അല്ലെങ്കിൽ SQL. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ക്ലോസിംഗ് ഓഫ് ഡേറ്റാബേസ് കണക്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനകത്തുള്ളത്? ഡേറ്റാബേസ് കണക്ടിവിറ്റിക്കകത്തുള്ളത്. ഫസ്റ്റ് വൺ രജിസ്റ്റർ ദി ഡ്രൈവർ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ, തേർഡ് വൺ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ക്വറി, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ക്ലോസിംഗ് ഓഫ് ഡേറ്റാബേസ് കണക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡേറ്റാബേസുമായിട്ട് കണക്ഷൻ വരും. ഇതിനകത്ത് ഏതൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആദ്യത്തെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേ സെയിം കോഡായിരിക്കും. ഒരു ഡിഫറൻസും ഇല്ല, സെയിം കോഡായിരിക്കും. നിങ്ങൾ എന്ത് ഡിഫറൻസ് വരുന്നോ അത് വരുന്നത് എവിടെ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ? സ്റ്റെപ്പ് 4 മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നിങ്ങളുടെ ക്വറി മാറുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ആ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് 4 മാത്രമേ ക്വറി മാറുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനകത്തും സെയിം ആയിരിക്കും. അതേപോലെ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഡേറ്റാബേസ് കണക്ഷന്റെ ഒരു അഡ്വാൻറ്റേജ്. ഒരെണ്ണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള പ്രോഗ്രാംസിനും നിങ്ങൾക്ക് അതേ കാര്യം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. rs.next. ഓക്കെ, ഞാൻ അതിനു വേണ്ടി ഞാൻ ഈ ഒരു 3 കാര്യങ്ങളെ ഞാൻ ഇങ്ങ് എടുക്കുകയാണ്. ഓക്കെ, ആദ്യം ഇനിഷ്യലി ഇവിടെയായിരിക്കും rs ഇരിക്കുക എന്ന് വിചാരിക്കുക. rs ഇരിക്കുന്നത്, ഓക്കെ, പോയിന്റ് ചെയ്യുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. rsനകത്ത് നെക്സ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുകയാണ്. നെക്സ്റ്റ് rs.next എന്ന് പറയുമ്പോൾ നേരെ അത് ഇവിടെ വരും. അപ്പോൾ നെക്സ്റ്റിനകത്ത് ഇപ്പോൾ കണ്ടന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നു? rs.getString_of1. ഫസ്റ്റ് കിടക്കുന്നത് എന്താണ്? 1നകത്ത് കിടക്കുന്ന പൂർണിമ എന്ന് പറഞ്ഞൊരു ഇതാണ്. അതിനെ സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ അടുത്ത കണ്ടന്റ് എന്താണ്? rs രണ്ടാമത്തെ കണ്ടന്റ് എന്താണ്? ഏജ് ആണ്, 29 ആണ്. അത് ഇന്റിജർ ആയിട്ട് റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യും. ദെൻ അടുത്തത് വീണ്ടും നോക്കുന്നു, rs.next. അപ്പോൾ rs എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നെക്സ്റ്റ് ലൈനിലേക്ക് പോയിന്റ് ചെയ്യും. അപ്പോൾ അവിടെ കണ്ടന്റ് ഉണ്ടോ? യെസ്, ഉണ്ട്. എങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. ആ 2 വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യും. rs.next ചെയ്യുമ്പോൾ അടുത്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. ദെൻ അടുത്ത പ്രാവശ്യം rs. ചെയ്യുമ്പോൾ ഇത് എന്തിനകത്താണ് പോയിന്റ് ചെയ്യുന്നത്? നള്ളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, rs.next എന്ന് പറയുന്നത് നെക്സ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡേറ്റാബേസ് കണക്ഷൻ്റെ അകത്ത് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ രജിസ്റ്ററിംഗ് ഓഫ് ഡ്രൈവർ, നെക്സ്റ്റ് വൺ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കണക്ഷൻ, തേർഡ് വൺ ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്, എക്സിക്യൂഷൻ ഓഫ് ക്വറി, ദെൻ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്ലോസിംഗ് ഓഫ് ഡേറ്റാബേസ് കണക്ടിവിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്.
ജാവ സി ടെസ്റ്റ് ഡോട്ട് ജാവ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ട്രൈ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഞാൻ എന്ത് എഴുതിയിട്ടില്ല, അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാച്ച് സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ടില്ല. സോ ക്യാച്ച് എല്ലാ എക്സെപ്ഷൻ ക്ലാസ് ഞാൻ എഴുതുന്നു, എല്ലാ എക്സെപ്ഷനും ക്യാച്ച് ചെയ്യും. ഏത് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാലും ക്യാച്ച് ചെയ്യും. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഇ ഡോട്ട് ഗെറ്റ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ ക്യാച്ച് ഞാൻ എഴുതി, കുഴപ്പമൊന്നും. നമുക്ക് നമ്മുടെ MySQL പ്രോഗ്രാം, നമുക്ക് ഡേറ്റാബേസ് കണക്ടിവിറ്റി നമുക്ക് പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തേക്കണം. ദാറ്റ് ഈസ് ആദ്യം നമ്മുടെ MySQL പോവുക. MySQL ദാറ്റ് ഈസ് സി ഡ്രൈവ് എടുക്കുക, സി ഡ്രൈവിനകത്ത് പ്രോഗ്രാം ഫയൽസ്, എന്നിട്ട് MySQLനകത്ത് ഈ കണക്ടർ ജെ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണും. അതിൻ്റെ അകത്ത് MySQL കണക്ടർ ജാവ ഡോട്ട് ജാർ എന്ന് പറയുന്ന ഒരു ഫയൽ കാണും. ആ ഫയലിനെ കോപ്പി ചെയ്യുക, Ctrl+C അടിക്കുക. ദെൻ നമ്മുടെ ജാവ റൺ ടൈം എൻവയോൺമെന്റ് എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുക. ജാവ റൺ ടൈം എൻവയോൺമെന്റ് എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ പ്രോഗ്രാം ഫയൽസിനകത്ത് ജാവയ്ക്കകത്ത് JRE 1.8 കാണും. അതിൻ്റെ അകത്ത് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണും. ലൈബ്രറിക്കകത്ത് എക്സ്റ്റേണൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണും. അതിൻ്റെ അകത്തുകൊണ്ട് കോപ്പി ചെയ്യും. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിനകത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ അടിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു എറർ ഇല്ലാതെ നിങ്ങൾക്ക് എറർ ഒന്നുമില്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കനോട്ട് ലോഡ് എന്തോ ഒരു എറർ അടിക്കുന്നുണ്ട്. എന്താണ് എറർ അടിക്കുന്നത്? എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോളൻ അല്ല നമ്മൾ ഇടേണ്ടത്, സ്ലാഷ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ലോക്കൽ ഹോസ്റ്റ് കോളൻ 330, അതായത് ഇന്ന പോർട്ട് നമ്പർ /ടെസ്റ്റ് ആണ് കൊടുക്കേണ്ടത്, കോളൻ ടെസ്റ്റ് അല്ല. അതായിരുന്നു അവിടുത്തെ എറർ. നമുക്കൊന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 3 ഡേറ്റയും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതായത് ഡേറ്റാബേസിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഡേറ്റാബേസിൽ നിന്നും റിട്രീവ് ചെയ്ത് ഞാനത് ജാവ ആപ്ലിക്കേഷനിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ,